ഇപ്പോൾ പലർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവർ ആ കുടുംബമായിട്ടും വീട്ടുകാരായിട്ടും കൂടുതൽ ബന്ധമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സായിട്ട് കൂടുതൽ ബന്ധമുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് വേറെ കൂടുതൽ മറ്റുള്ളവരായിട്ട് സഹവസിക്കാനോ മറ്റുള്ളവരായിട്ട് കൂടുതൽ ബന്ധപ്പെടാനോ അവർക്ക് പറ്റില്ല എന്ന് വരും. അത് ചില സന്ദർഭങ്ങളിൽ ആ സമയത്ത് അവർക്ക് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശ്വാസം മുട്ടലും വർത്തമാനം പറയാൻ പറ്റാണ്ടാവലും അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വരുന്നുണ്ട്. ചിലവർ തലകറങ്ങി വീഴുന്നുണ്ട് ആ സമയത്ത്. ചിലവർ ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായ ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. പല രീതിയിലുള്ള പാനിക് അറ്റാക്കുകളുണ്ട്. ഈ പാനിക് അറ്റാക്ക് പല വിധത്തിലാണ് വലിയവർക്ക് അനുഭവപ്പെടുന്നത്. അത് കുറച്ച് നാൾ കൂടിക്കഴിഞ്ഞാൽ അത് ഫിക്സ് എന്നുള്ള രൂപത്തിലേക്കാണ് വേണം. ഫിക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചികിത്സയില്ലാണ്ട് മാറില്ല. പിന്നെ ഇത് നമ്മൾ മാറ്റണ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരായിട്ട് കൗൺസിലിങ് ചെയ്യുക, അവരെ സന്തോഷമായിട്ട് കൊണ്ട് നടക്കുക, അതൊക്കെയുള്ളൂ ഇതിനുള്ളൊരു മാർഗ്ഗങ്ങൾ. അല്ലാണ്ട് വേറൊരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനും പറ്റില്ല. അങ്ങനെ അവരായിട്ട് ഇത് ചെയ്യുക, അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കുക, ഫിക്സിനുള്ള ടാബ്ലറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ ഇതിനുള്ള വഴിയുള്ളൂ. അവരായിട്ട് കൗൺസിലിങ് ചെയ്ത് അവരെ സന്തോഷത്തോടുകൂടി കൊണ്ടുവരുന്നാൽ മാത്രമേ അവരുടെ ഈ അസുഖം മാറുള്ളൂ. ചിലവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് വരും, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് വരും, ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരും. കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് ആകെ ബുദ്ധിമുട്ടായി, ആകെ കണ്ണൊക്കെ അടച്ച് ആകെ പ്രശ്നം അവർക്ക് ഉണ്ടാവണം. എന്താണെന്ന് തന്നെ അവർക്ക് തന്നെ മനസ്സിലാവണില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവണ ഇവരെ ആവുന്നതും കൗൺസിലിങ്ങിൽ കൂടി മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ടാബ്ലറ്റ് കഴിക്കുക. അത് പാനിക് അറ്റാക്ക് റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഫിക്സിൻ്റെ രൂപത്തിലേക്കാവുകയാണ് ചെയ്യണത്. പലർക്കും ഇപ്പം കണ്ടുവരുന്നു. അതിപ്പോൾ ഇപ്പോഴത്തെ ജനം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് തോട്ടെന്ന് പറഞ്ഞാൽ വിചാരം, ചിന്തകൾ വരിക അവരെ. ആ ചിന്തകൾ വരുമ്പോഴാണ് ഇവർക്ക് ഈ പാനിക് അറ്റാക്ക്, ഈ ശ്വാസം മുട്ട് വരുന്നതും ഇതൊക്കെ വരുന്നത്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പല രീതിയിലുള്ള ചിന്തകളുണ്ടാവും, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത പല ചിന്തകളുണ്ടാവും. അവരുടെ വിഷമങ്ങളും ചിലവരോട് പങ്കുവയ്ക്കാൻ പറ്റാത്തതുണ്ടാവും. അങ്ങനെ വരുന്നവർക്കാണ് ഇത് വരുന്നത്. അത് എപ്പോഴും അവരെ ചികിത്സിച്ച് മാറ്റണതിലും ഭേദം കൗൺസിലിംഗ് ചെയ്യുക. കൗൺസിലിംഗ് ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ നടത്തുക, ന്യൂറോനെ കണ്ട് ചികിത്സ നടത്തുക. അപ്പോൾ എപ്പോഴും ഈ പാനിക് അറ്റാക്ക് വന്ന രോഗികൾക്ക് ബ്രെയിനിനെയാണ് അത് ബാധിക്കണേ. പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, പല തവണ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിനെ അത് ബാധിക്കും. ആ തോട്ട്, അവരുടെ ചിന്തകളാണ് അങ്ങനെ വരുത്തണേ. ഞാനൊന്നിനും കൊള്ളില്ലാത്ത ആളാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു രീതിയിലുള്ള കഴിവുകളുമില്ല, എനിക്കൊന്നും ജീവിതം അങ്ങോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനത്തെ തോന്നലുകൾ ഇവരുടെ മനസ്സിൽ വന്നു, സബ് കോൺഷ്യസ് മൈൻഡിൽ വരുമ്പോഴാണ് അവർക്ക് ആകെ ഭയവും ആകെ പേടിയും ആകെ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ ഉപദേശിക്കുക. പല രീതിയിലുള്ള ഉപദേശങ്ങൾ ഉപദേശിച്ച് ഡോക്ടറുടെ അടുത്ത് വന്ന് കൗൺസിൽ ചെയ്യുക, ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ കൗൺസിൽ ചെയ്ത് മാറ്റുക. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഇവർ എല്ലാവരുമായിട്ട് സഹവസിക്കില്ല. അതായത് ഇവർ കുറച്ച് ആൾക്കാരായിട്ടേ കൂടുതലായിട്ട് ടൈപ്പ് ആവുള്ളൂ, വർത്താനം പറയുള്ളൂ, മിണ്ടുള്ളൂ, അങ്ങനെയൊക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് എപ്പോഴും സംശയങ്ങളും ഇതും കൂടുതലാണ്. ഇവർ ഈ സൈക്കിക് എബിലിറ്റി ഉള്ളതാണ് ഇവർ പാനിക് അറ്റാക്കുകാർ. സൈക്കിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ സൈക്കിക് ഫീൽഡ് കൂടുതലാകുമ്പോഴാണ് ഇവർക്കിത് കൂടുതലാവണേ. അപ്പോൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുക, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഇതിലെത്തിപ്പെടാറുണ്ട്. ഇപ്പം കൂടുതൽ പേർക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരേ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവരെ ചികിത്സിച്ച് ഇത് മാറ്റാൻ നോക്കുക. റിപ്പീറ്റേഷൻ പിന്നെ വരാണ്ടിരിക്കുക. 2-3 തവണ വന്നാൽ പിന്നെ റിപ്പീറ്റ് ചെയ്തത് വരരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ചികിത്സിക്കുക, അത് മാറ്റുക, അതാണ് വേണ്ടത്. പിന്നെ ഇവരെ കൂടുതൽ വയലൻ്റ് ആക്കാണ്ടിരിക്കുക. വയലൻ്റ് ആയാലും അവരിൽ ഇത് വ്യക്തികൾ കണ്ടുവരുന്നു. അങ്ങനെയുള്ള ക്ലയൻറ്റുകളും എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ നാളുകളായിട്ട് വന്നു ചേരുന്നുണ്ട്. പല സമയങ്ങളിൽ ക്ലയൻറ്റുകൾ എത്താറുണ്ട്. ഇങ്ങനെയുള്ളവർ വളരെ ദൂരെ നിന്നൊക്കെയാണ് ക്ലയൻറ്റ് ബുക്ക് ചെയ്തിട്ട് എത്തുന്നത്. ഇന്ന് തന്നെ ഒരു കുട്ടി വന്നിരുന്നു ഇടുക്കിയിൽ നിന്ന്. ആ കുട്ടിക്കും ഇത് തന്നെയാണ് അസുഖം. ആ കുട്ടി പഠിക്കാൻ പോയതാണ്. പഠിക്കാൻ പോണ സ്ഥലത്ത് വെച്ചുള്ള ബുദ്ധിമുട്ടാണ് അതിന് പഠിക്കാൻ പറ്റാണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അങ്ങനെ വന്നു. ഇന്ന് എന്നെ കണ്ടിട്ട് പോയതാണ്. എന്നെ കണ്ടിട്ട് കൗൺസിലിംഗ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. ടാബ്ലറ്റൊന്നുമില്ല, കൗൺസിലിംഗ്. സൈക്കാട്രി ഡോക്ടറെ അടുത്ത് പോയാൽ ഇതിന് സൈക്കാട്രി ടാബ്ലറ്റുകളാണ് കൊടുക്കുന്നത്. ഈ സൈക്കാട്രി ടാബ്ലറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം വരിക, അവർക്ക് പിന്നെ ഒന്നിനും പറ്റാത്ത തന്നെ രീതിയിലായിപ്പോവും. അതാണ് അവരുടെ സ്വഭാവം.